ലാലേട്ടൻ വരുമ്പോൾ എല്ലാവർക്കും കണക്കിന് കിട്ടും. ആരും അത്ര മാന്യന്മാരൊന്നുമല്ല. വെസൽ ടീമിൽ തുടങ്ങിയ പ്രശ്നമാണ്. അതായത് പാത്രം കഴുകാത്തതിന് ചൊല്ലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഒരാൾ ഹോസ്പിറ്റലായി വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരെയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും ലാലേട്ടൻ ചോദ്യം ചെയ്യാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. മാത്രമല്ല 2 ദിവസമായിട്ട് അനുമോൾ പാത്രവും കഴുകിയിട്ടില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കെ തന്നെയാണ് അനുമോൾ 2 ദിവസമായിട്ട് പാത്രം കഴുകിയിട്ടില്ല. വെസൽ ടീമിലുള്ളതാണ്, പാത്രമൊക്കെ കഴുകുന്നുണ്ട്, പക്ഷേ ഒരുപാടൊന്നും കഴുകുന്നില്ല. അനുമോൾ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട്. ഇവരുണ്ടാക്കുന്നത്, അതായത് കിച്ചൺ ടീം ഉണ്ടാക്കുന്ന പാത്രമൊന്നും കഴുകുന്നില്ല. വേണമെങ്കിൽ അവർ കഴുകട്ടെ. എല്ലാ പാത്രവും എടുത്തിടാണ് അനുമോളോടുള്ള ഒരു പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വെസൽ ടീം പാത്രം കഴുകുന്നില്ല എന്നൊരു പരാതി ഇന്ന് രാവിലെ അത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അനീഷിൻ്റെ അടുത്തൊക്കെ പരാതിയൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനീഷ് പറഞ്ഞത്, നിങ്ങൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേ, ക്യാപ്റ്റന്മാരല്ലേ ഒരു ടീം മീറ്റിംഗ് വെച്ച് കൂട്ട്, എന്നിട്ട് എല്ലാവരോടും സംസാരിക്കേ, വെസലിനെ മാറ്റ്, വെസൽ ടീമിനെ മാറ്റ്, അനുമോളെ മാറ്റ്, എന്നെ ഒരു വെസലിലിട്, ഞാൻ കഴുകാലോ പാത്രം എന്ന്. അപ്പോൾ ഇവർ പറയും വേണ്ട അനീഷേട്ടൻ്റെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ട. ഇവരെന്താ മീറ്റിംഗ് കൂടാൻ സമ്മതിക്കാത്തേ? ഈ ക്യാപ്റ്റന്മാർ മീറ്റിംഗ് കൂടാൻ സമ്മതിക്കുന്നേ ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? മീറ്റിംഗ് കൂടിയിട്ടുണ്ടെങ്കിൽ ഈ ക്യാപ്റ്റന്മാരുടെ ഇഷ്യൂസ് എല്ലാം, അവരുടെ പ്രശ്നങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്ത് മറ്റു കുടുംബങ്ങളൊക്കെ വരും. അത് ഇനി കേൾക്കാൻ വയ്യ. ഇനി അതുകൂടി പ്രേക്ഷകരുടെ ചെവിയിലേക്ക് എടുത്തിട്ടുണ്ടാകും. അത് വോട്ടിങ് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വേണ്ട, ഞങ്ങളെപ്പറ്റി കുറ്റമൊന്നും പറയണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം. എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ്റെ മുന്നിൽ ഇതൊക്കെ പറയേണ്ടി വരും. അനുമോൾ പാത്രം കഴുകുന്നില്ല എന്ന് ലാലേട്ടൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അനുമോളെ പാത്രം കഴുകാത്തതെന്ന്, അത് ഡ്യൂട്ടിയിൽ എന്ത് ഡ്യൂട്ടി ചെയ്യാത്തതെന്ന്. അപ്പോൾ ഫുഡിൻ്റെ കാര്യമൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വരും. ഈ ഹൈജീൻ്റെ പ്രശ്നം ഹൈലൈറ്റ് ചെയ്ത് വരും. അങ്ങനെ എല്ലാവരും ഏതിൽ കയറാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. വരുന്ന ദിവസങ്ങളെ അതെല്ലാം കണ്ടു തന്നെ അറിയാം കേട്ടോ. ഇക്കാര്യത്തിൽ അനീഷ് സേഫാണ്. അനീഷ് സേഫായിട്ട് കളിച്ചിട്ടുണ്ട്. അനീഷ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയല്ല ക്യാപ്റ്റന്മാരെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ടീം മീറ്റിംഗ് വിളിച്ചു കൂട്ടാം, ടീമിലുള്ള അംഗങ്ങൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ടീം അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് കൊടുക്കാം. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, നിങ്ങൾ എന്താ ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ വേണ്ട, അനീഷേട്ടൻ്റെ ഉപദേശമൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന്. വേണ്ടെങ്കിൽ വേണ്ട, ഇവർ തന്നെ ഭവിഷ്യത്തുകൾ അനുഭവിക്കണം. വരുന്നിടത്ത് വെച്ച് കാണാം. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.